ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4ാമത്തെ സെഷനാണ്. 4ാമത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. ഒരു ക്രിസ്റ്റലിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്രിസ്റ്റലും, ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്രിസ്റ്റലും എന്തായിരുന്നു? ഐഡിയൽ ക്രിസ്റ്റൽസ് ആയിരുന്നു. ഐഡിയൽ ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹാവിങ് എ പെർഫെക്റ്റ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അവയ്ക്ക് എന്തുണ്ടായിരിക്കും? കൃത്യമായിട്ടുള്ളൊരു റെഗുലറായിട്ട് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും. ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ റെഗുലറായിരിക്കും. 3 ഡയമെൻഷണൽ സ്പേസിൽ കൃത്യമായൊരു പാറ്റേൺ, റെഗുലർ പാറ്റേൺ അതെന്ത് ചെയ്യുന്നുണ്ടാവും? ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ അത്തരം ക്രിസ്റ്റൽസാണ് ഐഡിയൽ ക്രിസ്റ്റൽസ്. ഓക്കെ. സോ സിംപിളി ക്രിസ്റ്റൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഡെഫിനിഷനായിട്ട് തന്നെ പറഞ്ഞെന്താണ്? അവിടെ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് എന്താണ്? ഒരു 3 ഡയമെൻഷണൽ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് എന്നായിരുന്നു പറയുന്നത്. 3 ഡയമെൻഷണൽ സ്പേസിൽ പീരിയോഡിക് മീൻസ് റെഗുലർ ആയിട്ടുള്ളൊരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ആ അറേഞ്ച്മെൻറ്റ്. സോ അത്തരം ക്രിസ്റ്റൽസൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നതെല്ലാം ഐഡിയൽ ക്രിസ്റ്റൽസാണ്. അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഇത്തരത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ കേസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റൽസും എന്തല്ല, അവയ്ക്കൊന്നും ഐഡിയൽ ആയിട്ടുള്ളൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അവയ്ക്കുണ്ടായിരിക്കില്ല. അവിടെ റെഗുലർ അറേഞ്ച്മെൻറ്റിന് എന്തുണ്ടാവും? ചെറിയൊരു ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കും. ആ റെഗുലർ അറേഞ്ച്മെൻറ്റ്, പെർഫെക്റ്റ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഫോളോ ചെയ്യാൻ ആർക്ക് കഴിയില്ല? റിയൽ ക്രിസ്റ്റൽസിന് അല്ലെങ്കിൽ റിയൽ മെറ്റൽസിലുള്ള ക്രിസ്റ്റൽസിന് കഴിയില്ല. അവിടെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കും. ആ പെർഫെക്റ്റ് റെഗുലർ അറേഞ്ച്മെൻറ്റ് അവയ്ക്ക് ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. സോ അത്തരത്തിലുള്ള ഡിസ്റപ്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. ഓക്കെ. സോ ഐഡിയൽ ക്രിസ്റ്റൽസിന് എന്തുണ്ടായിരിക്കും? കൃത്യമായ പെർഫെക്റ്റ് ആയിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആയിരിക്കും ഐഡിയൽ ക്രിസ്റ്റൽസിന് ഉണ്ടാവുക. എന്നാൽ റിയൽ ക്രിസ്റ്റൽസിന് എന്തായിരിക്കും? ആ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവില്ല. എവിടെയോ അവയ്ക്കൊരു ഡിസ്റപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ സച്ച് ഡിസ്റപ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റൽ ഡിഫക്ട്സ് ഓർ ഇംപെർഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ഇംപെർഫെക്ഷൻസ് ആർ crucial in determining many of the mechanical, electrical and chemical properties to a great extent. നമ്മുടെ മെറ്റൽസിൻ്റെ കേസ് എടുത്താൽ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ പൊതുവേ കേസ് എടുത്താലും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് അവയുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇംപെർഫെക്ഷൻസ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ ഇംപെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട്? അത് ചിലപ്പോൾ അഡ്വേഴ്സ് ആയിട്ടാവും നമ്മുടെ ക്രിസ്റ്റൽ പ്രോപ്പർട്ടീസിനെ ബാധിക്കുക. ചിലപ്പോൾ പ്രോപ്പർട്ടീസിന് ഗുണകരമായ രീതിയിലും എന്ത് ചെയ്യാറുണ്ട്? ഡിഫക്ട്സുകൾ വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റൽ ഡിഫക്ട്സ് പഠിക്കാനുള്ളൊരു കാരണം ഇവ നമ്മുടെ മെറ്റൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി അവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ബാധിക്കുന്നുണ്ട്. സോ അത് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിസ്റ്റൽ ഡിഫക്ട്സ് പഠിക്കുന്നത്. സോ പക്ഷേ നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും നമ്മുടെ സബ്ജക്റ്റിൽ ക്രിസ്റ്റൽ ഡിഫക്ട്സ് പഠിക്കാനില്ല. ജസ്റ്റ് എന്തെല്ലാമാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കാനും 2-3 ഡിഫക്റ്റുകൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനും മാത്രമേ ഉള്ളൂ. നമ്മുടെ സിലബസ് പ്രകാരം വളരെ ഡീപ്പായിട്ടുള്ള നോളേജ് ഇവിടെ ആവശ്യം വരുന്നില്ല. സോ നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്ട്സിലേക്ക് കിടക്കുകയാണ്. സോ ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡയമെൻഷൻ. ഫസ്റ്റ് പോയിൻ്റ് ഡിഫക്ട്സ് അല്ലെങ്കിൽ 0 ഡയമെൻഷണൽ ഡിഫക്ട്സ്. അല്ലെങ്കിൽ 0 ഡയമെൻഷണൽ ഡിഫക്ട്സ് അതിൽ വരുന്നത് വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യാലിസിസ് ഡിഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്, ഫ്രാങ്കൽ ഡിഫക്റ്റ്, സ്കോട്ട്കി ഡിഫക്റ്റ്.
ഇത്രയും വരുന്നതാണ് പോയിന്റ് ഡിഫക്ട്സ്. നമ്മൾ മേജർലി ഈ ഒരു ക്ലാസ്സിൽ പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ലൈൻ ഓർ വൺ ഡയമെൻഷണൽ ഡിഫക്ട്സ്. ഇവിടെ പോയിന്റ് ഡിഫക്റ്റ് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. അതിലേതൊക്കെ വരുന്നത്? നമുക്ക് 2 എണ്ണേ പഠിക്കാനുള്ളൂ. എഡ്ജിൽ 2 എണ്ണേ ഉള്ളൂ. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. ദെൻ സർഫസ് ഡിഫക്ട്സ് ഉണ്ട്. ഇത് 2 ഡയമെൻഷണൽ ഡിഫക്ട്സ് ആണ് സർഫസ് ഡിഫക്ട്സ്. അതിൽ ഗ്രെയിൻ ബൗണ്ടറീസ്, ടിൽറ്റ് ബൗണ്ടറീസ്, ട്വിൻ ബൗണ്ടറീസ്, സ്റ്റാക്കിംഗ് ഫോൾട്ട് തുടങ്ങിയവയൊക്കെയാണ് അതിൽ വരുന്ന ഡിഫക്ട്സുകൾ. ദെൻ 3 ഡയമെൻഷണൽ ഡിഫക്ട്സ്, അതാണ് വോളിയം ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ഡയമെൻഷനാലിറ്റി നമ്മൾ ഡിഫക്ട്സിനെ, ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ 4 എണ്ണമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഡിഫക്ട്സ് ഓർ 0 ഡയമെൻഷണൽ ഡിഫക്ട്സ്, ലൈൻ ഓർ 1 ഡയമെൻഷണൽ ഡിഫക്ട്സ്, സർഫസ് ഡിഫക്ട്സ് ഓർ 2 ഡയമെൻഷണൽ ഡിഫക്ട്സ്, വോളിയം ഡിഫക്ട്സ് ഓർ 3 ഡയമെൻഷണൽ ഡിഫക്ട്സ്. അതിൽ ഓരോന്നിലും ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കുക. പോയിന്റ് ഡിഫക്ട്സിൽ വേക്കൻസി, ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷണൽ, ഫ്രാങ്കൽ, സ്കോട്ട്കി. ലൈനിൽ ലൈൻ ഡിഫക്റ്റ് ഓർ 1 ഡയമെൻഷണൽ ഡിഫക്ട്സിൽ ഡിസ്ലൊക്കേഷൻസ് ആണ്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ദെൻ തേർഡ് വൺ സർഫസ് ഡിഫക്ട്സ്. അതിൽ വരുന്നത് ഗ്രെയിൻ ബൗണ്ടറീസ്, ടിൽറ്റ് ബൗണ്ടറീസ്, ടിൻ ബൗണ്ടറീസ്, സ്റ്റാക്കിംഗ് ഫോൾട്ട്. ദെൻ 3 ഡയമെൻഷണൽ ഡിഫക്ട്സ്, ദാറ്റ് ഈസ് വോളിയം ഡിഫക്ട്സ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 0 ഡയമെൻഷണൽ ഡിഫക്ട്സ് നമുക്ക് നോക്കാം. സോ എന്താണ് പോയിന്റ് ഡിഫക്ട്സ്? They are highly localized disruption of the lattice, one or just few atoms. Highly localized disruption of the lattice, one or just few atoms. സിംപിളി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ആറ്റംസ് എന്തായിരിക്കും? റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ടാവും? റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റ് ഇതുപോലത്തെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ. ഇത് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. 3 ഡയമെൻഷനിലാകുമ്പോൾ ഈ ഭാഗത്തേക്കും ഒക്കെ എന്തുണ്ടാവും? ആറ്റംസ് ഉണ്ടായിരിക്കും. ഇത് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടൊന്നുമല്ല ഞാൻ വരച്ചത്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരേ ലൈനിലാണ് ഇതെല്ലാം വരുന്നത്, ഒരേ അകലത്തിലാണ് വിചാരിക്കുക. അതുപോലെ താഴോട്ടും ഒരേ അകലത്തിലാണ് ഇവയുടെ ഇടയിലുള്ളതൊക്കെ വിചാരിക്കുക. അങ്ങനെയൊക്കെ വിചാരിച്ചാലും അത്തരത്തിലുള്ളത് ക്രിസ്റ്റലാണ് ഒരു ഐഡിയൽ ക്രിസ്റ്റൽ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഇൻഫൈനൈറ്റ് 3D സ്പേസിൽ ഒരു പെർഫെക്റ്റ് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. എന്നാൽ റിയൽ കേസിൽ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ റിയൽ കേസിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് അല്ല, വി ഹാവ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മളിപ്പോൾ മെറ്റൽസ് എടുത്താലും മെറ്റൽസിന് എന്തുണ്ടായിരിക്കും? സർഫസ് ഉണ്ടായിരിക്കും. അപ്പോൾ സർഫസിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ സർഫസിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അതിനെന്ത് ചെയ്യുന്നു? ആ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആവുകയാണ്. സർഫസിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അതിന് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നില്ല. ഏതൊരു സർഫസിൻ്റെ അപ്പുറത്തേക്കും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ തന്നെ എന്ത് വന്നു? ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ അവിടെ തന്നെ വന്നു. അത് തന്നെ എന്താണ്? ഒരു ഡിഫക്റ്റാണ്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്റപ്ഷനാണ്. വളരെ ലോക്കലൈസ്ഡ് ഡിസ്റപ്ഷൻ എന്ന് പറയാൻ അത് ഒരു ആറ്റത്തിനോ അല്ലെങ്കിൽ 1-2 ആറ്റത്തിൻ്റെ ചുറ്റുഭാഗമോ ആയിരിക്കും എന്തുണ്ടാവുക? അതിൻ്റെ ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ലാറ്റിസിലുള്ള ഈ ഒരു സ്പേസ് ലാറ്റിസിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അതിൻ്റെ ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിരിക്കും അതിൽ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക. ഓക്കെ, ആ ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റിന് ഡിസ്റപ്ഷനെയാണല്ലോ നമ്മൾ എന്ത് വിളിച്ചത്? ഡിഫക്റ്റ് എന്ന് വിളിച്ചത്. സോ പോയിന്റ് ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പെർഫെക്റ്റ്ലി ഉള്ള നമ്മുടെ ഐഡിയൽ ക്രിസ്റ്റലിൽ ഏതെങ്കിലും ലാറ്റിസ് പോയിന്റിലോ അല്ലെങ്കിൽ 1-2 ലാറ്റിസ് പോയിന്റിലോ അല്ലെങ്കിൽ 1-2 ആറ്റത്തിലോ എന്തെങ്കിലും ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ
അവിടെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോയിൻ്റ് ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ ലോക്കലൈസ്ഡ് ആണ്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഫ്യൂ നമ്പർ ഓഫ് ആറ്റംസിന് മാത്രമായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുക. ദാറ്റ്സ് വൈ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് വിളിക്കുന്നത്, 0 ഡയമെൻഷനിൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. കാരണം പോയിന്റിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, സോ അതിൽ വരുന്ന ആദ്യത്തെ ആളാണ് വേക്കൻസി ഡിഫക്റ്റ്. എന്താണ് വേക്കൻസി? വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സാധനം വേക്കൻ്റ് ആണ്. സോ ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്, ആബ്സെൻസ് ഓഫ് ആൻ ആറ്റം ഫ്രം എ റെഗുലർ ലാറ്റിസ് പോയിന്റ്. ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഐഡിയൽ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരാറ്റം മിസ്സാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരാറ്റം അവിടെ നിന്ന് മിസ്സാവുകയാണെങ്കിൽ, ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ, ആ ഡിഫക്റ്റിന് അവിടെ എന്ത് വന്നു, ആ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം വന്നു. സോ അവിടെ ഒരു ഡിഫക്റ്റ് വരും. ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് മെയിൻലി എന്തുകൊണ്ടാണ് സംഭവിക്കാനുള്ള കാരണം എന്താണ്, ഇംപെർഫെക്റ്റ് പാക്കിംഗ് ഡ്യൂറിങ് ദി ഒറിജിനൽ ക്രിസ്റ്റലൈസേഷൻ or may arise from thermal vibrations of atoms at elevated temperatures. ഈ ഒരു ഡിഫക്റ്റ്, അതായത് ഈ ഒരു സ്പേസ് ലാറ്റിസിൽ ഉള്ള ആറ്റം, ഇതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ആറ്റംസ് മിസ്സായി പോവുക, വേക്കൻ്റായി പോവുക. സോ അപ്പോൾ അവിടെ കൃത്യമായ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പിന്നെ ഫോളോ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരു ആറ്റം, ഈ ഒരു ആറ്റം ഇവിടെ ഇല്ല, അത് മിസ്സായാൽ പിന്നെ ഇവിടെ ഇപ്പുറത്തുള്ളതും ഇവിടെ ഉള്ള അതേ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സൈഡിലേക്ക് കിട്ടത്തില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ പാറ്റേൺ വേറെ അല്ലേ, ഇതേപോലത്തെ പാറ്റേൺ ആണ് ഇപ്പുറത്ത് പോകുന്നത്. പക്ഷേ ഇവിടെ എന്ത് വന്നു, ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു, ഒരു ഡിസ്റപ്ഷൻ വന്നു. സോ അത്തരത്തിലുള്ള വാക്കൻസിനെയാണ്, അതായത് ഒരു ലാറ്റിസ് പോയിന്റിൽ നിന്ന് ആറ്റം നഷ്ടപ്പെടുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അത് അവിടെ ഇല്ലാതെ കേൾക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാക്കൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ അതുണ്ടാവാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന സമയത്ത്, എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആറ്റംസിനെ പ്രോപ്പർ പാക്കിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കൻസി ഡിഫക്റ്റുകൾ സംഭവിക്കാം. അല്ലെങ്കിൽ വളരെ ഹയർ ടെമ്പറേച്ചേഴ്സിൽ നമ്മുടെ ക്രിസ്റ്റൽസ് നിൽക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽസിന് ആ എനർജി കിട്ടും, ക്രിസ്റ്റൽസിലെ ആറ്റംസിന് ആ എനർജി കിട്ടും. അപ്പോൾ ഏറ്റവും ടോപ്പ് ഭാഗത്തിലുള്ള ആറ്റം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടോപ്പ് സർഫസിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആറ്റം എന്ത് ചെയ്യും, അല്ലെങ്കിൽ സർഫസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ആറ്റം എന്ത് ചെയ്യും, അതിന് എനർജി കിട്ടുമ്പോൾ അത് ചിലപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, ഒരു വേക്കൻറ്റ് സ്പേസ് ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വരും. ഓക്കെ, അപ്പോൾ ഹയർ ടെമ്പറേച്ചേഴ്സ് വന്നാലും ഇത്തരത്തിലുള്ള വേക്കൻസി ഡിഫക്റ്റുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ പാക്കിങ് പ്രോപ്പർ അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ പാക്കിങ് നടക്കുന്നുണ്ട്. ക്രിസ്റ്റലൈസേഷൻ എന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റംസ് തമ്മിൽ പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പാക്കിംഗ് മീൻസ് അവയുടെ അറേഞ്ച്മെൻറ്റ്, ആ കൃത്യമായ രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അത് പ്രോപ്പറായിട്ട് അവിടെ ഫോളോ ചെയ്യാൻ പറ്റാത്ത വരുന്ന ആ ഒരു അവസ്ഥയിലും, അതുപോലെ തന്നെ ഹയർ ടെമ്പറേച്ചേഴ്സിലും എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ആറ്റംസ് ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന് വേക്കൻ്റ് ആവാം അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവാം. സോ അത്തരത്തിലുള്ള ഡിഫക്റ്റുകളാണ് വേക്കൻസി ഡിഫക്റ്റ്. ദെൻ നമുക്ക് ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്ട്സ് ഉണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് ഫിഗറിൽ നിന്ന് തന്നെ നോക്കാം. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ആറ്റംസ്. ഇവിടെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്താൽ, ഈ പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്താൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺസിലാണ് ഇവിടെ പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്യൂറിങ് ക്രിസ്റ്റലൈസേഷൻ പാക്കിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ആറ്റംസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു അറേഞ്ച്മെൻറ്റ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ആറ്റം എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സാവാം. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ആറ്റം എന്ത് ചെയ്തു, കാണാനില്ല. ഈ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഈ ആറ്റം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതവിടെ ഇല്ല, അത് വേറെ ഏതോ സ്ഥലത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. മേ ബി ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താവാം അത്. ഓക്കെ, അപ്പോൾ
അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വേക്കൻറ്റ് സ്പേസ് വന്നു. സോ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേക്കൻസി എന്ന് പറയുന്നത്. അത് നടക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന്, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന സമയത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർ പാക്കിംഗ് നടന്നിട്ടില്ലെങ്കിൽ അത് സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽസിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഹയർ ടെമ്പറേച്ചറിൽ എത്തുന്ന കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, ഈ ആറ്റംസിന് എനർജി കിട്ടും. അപ്പോൾ ആറ്റംസ് എന്ത് ചെയ്യും, ആ ഒരു സ്പേസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അതാണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നോ രണ്ടോ ആറ്റംസ് എന്ത് ചെയ്യാം, അങ്ങനെ നഷ്ടപ്പെട്ടു പോവാം. അതാണ് വേക്കൻസി ഡിഫക്റ്റ്. ദെൻ അടുത്തതാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് നിങ്ങൾ നോക്കുക. ഇവിടെ ഈ ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്താലും ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താലും ഇവയുടെ ഇടയിലൊക്കെ എന്തുണ്ട്, വോയിഡ് സ്പേസസ് നിങ്ങൾക്ക് കാണാം അല്ലേ? വോയിഡ് സ്പേസസ് ഇവിടെ കാണാം. വോയിഡ് സ്പേസ്, ഇവിടെ ഒന്നും ആരില്ല, ആറ്റംസ് ഒന്നുമില്ല. ഈ ആറ്റംസ് ഇല്ലാത്ത കുറച്ച് സ്പേസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള സ്പേസുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള സ്പേസിനെയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേക്കൻസി വഴി ഒരു ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് കടന്ന് കയറാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് എന്ത് ചെയ്യാം, കയറി വരാം. സോ അത്തരത്തിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതുവരെ ഇവിടെ ഫോളോ ചെയ്ത പാറ്റേൺ അല്ല, ഇവിടെ എത്തുമ്പോൾ ആ പാറ്റേൺ എന്ത് ചെയ്തു, ആ ഒരു അറേഞ്ച്മെൻറ്റ് മാറി. ഇവിടെ ഒരു ആറ്റം എക്സ്ട്രാ ഇവിടെ കയറി വന്നു. ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ് എന്നാണ് നമ്മൾ അവയെ പറയുക. അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യാലിറ്റി രണ്ട് തരത്തിലുണ്ട്. മേ ബി അതെന്താവാം, ഈ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ആറ്റം തന്നെ എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ, ഇപ്പോൾ ഇവിടുത്തെ ആറ്റം പോയിട്ട് ഇവിടെയാണ് വന്നതെന്ന് വിചാരിക്കുക, ഇങ്ങനെ വന്ന് നിൽക്കാം. അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള വേക്കൻ്റ് ആയിട്ടുള്ള ആറ്റം എന്ത് ചെയ്യാം, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വരാം. അല്ലാതെ പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഫോറിൻ ആയിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ മെറ്റൽസിലൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂട്ടാനും പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോയിങ് ചെയ്യാറുണ്ട്. കാർബൺ ആഡ് ചെയ്തിട്ടാണ്, അയണിൽ കാർബൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോപ്പർട്ടീസ് എൻഹാൻസ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അലോയിങ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള അലോയിങ് ആറ്റംസ്, അത് കാർബൺ ആവാം, എന്തെങ്കിലും ആവാം, നിക്കലാവാം, ക്രോമിയം ആവാം. അപ്പോൾ അത്തരത്തിലുള്ള അലോയിങ് ആറ്റംസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്നു വരാം. അപ്പോൾ അത്തരത്തിലുള്ള അലോയിങ് ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇംപ്യൂരിറ്റി എന്നുള്ളതാണ്. ഫോറിൻ ആണല്ലോ, ഇത് സെയിം ആറ്റം അല്ലല്ലോ ഇവിടേക്ക് കയറി വരുന്നത്, അപ്പോൾ അത് ഫോറിൻ ആറ്റമാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇംപ്യൂരിറ്റി എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം എന്താണ്, ഈ ആറ്റംസ് ഒക്കെ എന്താണ്, പ്യുവർ ആയിട്ടുള്ള, പ്യുവർ മീൻസ് ഏതാണോ മെറ്റലിൻ്റെ ആറ്റംസ് ആണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് ഇത്തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യാം, കടന്നു വരാം, അതിൻ്റെ ആറ്റംസ് കടന്നു വരാം. അപ്പോൾ അതെന്താവും, ഇൻഡസ്ട്രീഷ്യൽ ഇംപ്യൂരിറ്റി ആവാം. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യാം, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ഉണ്ടാവുക. ഒന്ന് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്, ഇൻഡസ്ട്രീഷ്യാലിറ്റി. അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള ഒരു ആറ്റം തന്നെ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്നിട്ട് സ്ക്യൂസ് ചെയ്ത് കിടക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ ആയിട്ടുള്ള വേറൊരു ആറ്റം, വേറെ ഏതെങ്കിലും ഏതെങ്കിലും കാർബണോ അയൺ നിക്കലോ കോപ്പറോ അങ്ങനെ ഏതെങ്കിലും നമ്മൾ അലോയിങ്ങിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു ഫോറിൻ ആറ്റം ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്ന് കിടക്കാം. അതാണ് ഇൻഡസ്ട്രീഷ്യൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോഴും എന്ത് വന്നു, നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റുകളാണ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി വരാം, അല്ലെങ്കിൽ സെൽഫ് സബ്സ്റ്റിറ്റ്യൂഷണലും വരാം. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി? ഇവിടുത്തെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള ഒറിജിനൽ ആറ്റത്തിന് പകരം, ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള ഒറിജിനൽ ആറ്റത്തിന് പകരം വേറൊരു ആറ്റം എന്ത് ചെയ്യുക, ആ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാം. ഒറിജിനൽ ആറ്റത്തിനെ മാറ്റി വെച്ചിട്ട് വേറൊരു ആറ്റത്തിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാം.
സോ അത്തരത്തിലുണ്ടാകുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി മാത്രമല്ല, സബ്സ്റ്റിറ്റ്യൂഷണൽ സെൽഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ പോയ ഈ ഒരു സ്പേസിലേക്ക് ഈ വേക്കൻ്റ് ആറ്റം വേണമെങ്കിൽ ഇതുപോലത്തെ വേക്കൻസി ഉള്ള വേറൊരു സ്പേസിലേക്ക് എന്ത് ചെയ്യാം? കടന്ന് കിടക്കാം. ഓക്കെ, അപ്പോഴും എന്തുണ്ടാവും? സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് ഉണ്ടാവും. സോ പക്ഷെ നമ്മൾ സെൽഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാറില്ല, നോർമൽ കേസിൽ അങ്ങനെ പറയാറില്ല. ഓൺലി സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി മാത്രമേ സംഭവിക്കാറുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫക്റ്റുകൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? വേക്കൻസി ഡിഫക്റ്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യാലിറ്റി. ഇൻഡസ്ട്രീഷ്യാലിറ്റി ജസ്റ്റ് എന്താണ്? വേക്കൻസി ഡിഫക്റ്റിൻ്റെ ഇൻവേഴ്സ് ആണ്. വേക്കൻസിയിലാണ് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ വേക്കൻ്റ് ആയിട്ട് ആറ്റം എന്ത് ചെയ്യും? ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന് വേക്കൻ്റ് ആയിട്ട് വേറൊരു പൊസിഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, എന്നാൽ ഇൻഡസ്ട്രീഷ്യാലിറ്റിയിൽ അങ്ങനെയല്ല. വേക്കൻ്റിൽ നിന്ന് വന്നിട്ടുള്ള ആറ്റം എന്ത് ചെയ്യും? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഇറങ്ങി നിൽക്കുന്നതാണ്. നോർമൽ ലാറ്റിസ് പൊസിഷനിൽ നിന്ന് നോർമൽ ലാറ്റിസ് പൊസിഷൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യുക? ഈ ആറ്റം ഇറങ്ങി നിൽക്കുന്നതാണ് ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. Okay, atoms occupy positions between the atoms of the ideal crystal. So the interstitial atom may be either normal atom of the crystal or a foreign atom. Interstitial atom ഞാൻ പറഞ്ഞു അതെന്താവുക? നോർമൽ ആറ്റം. നോർമൽ ആറ്റം മീൻസ് ഏതാണോ ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മെറ്റീരിയലുള്ള ആറ്റം ആവാം. അല്ലെങ്കിൽ നമ്മൾ അലോയിങ്ങിനൊക്കെ വേണ്ടി ആഡ് ചെയ്യുന്ന ഫോറിൻ ആറ്റംസും എന്ത് ചെയ്യാം? ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വരാം. സോ അപ്പോഴും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. അതാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഓക്കെ, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിന് നമ്മൾ പറയുന്ന മറ്റു പേരെന്താണ്? ഇൻഡസ്ട്രീഷ്യാലിറ്റി. ഓക്കെ, ദെൻ തേർഡ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്താണ്? ദിസ് ഡിഫക്റ്റ് occurs when one atom in a lattice is replaced by other different atom. വേറൊരു ആറ്റം നമ്മുടെ ലാറ്റിസ് പൊസിഷനിൽ ആൾറെഡി ഉണ്ടായിരുന്ന ആറ്റത്തിന് പകരം വേറൊരു ആറ്റം ആ പ്ലേസിൽ വരികയാണ്. സോ അത്തരത്തിലുള്ള ഡിഫക്റ്റുകളെയാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നോർമലി അത്തരത്തിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ ആറ്റംസ് ആയിരിക്കും എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കുക. ഫിഗർ വരച്ച് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പോലെ തന്നെയാണ്. ഫിഗർ ഈസ് മസ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പോയിന്റ് ഡിഫക്ട്സിൽ വരുന്ന അടുത്ത രണ്ട് ഡിഫക്റ്റാണ് ഫ്രാങ്കൽ ഡിഫക്റ്റും സ്കോട്ട്കി ഡിഫക്റ്റും. ഫ്രാങ്കൽ ഡിഫക്റ്റ് ആൻഡ് സ്കോട്ട്കി ഡിഫക്റ്റ്. ഈ ഡിഫക്ട്സ് നോർമലി ഫൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് അയണിക് ക്രിസ്റ്റൽസിലാണ്. നമുക്ക് മെറ്റൽസിൽ തന്നെ പലതരം ബോണ്ടുകളുണ്ട്. കോവാലൻ ബോണ്ട് ഉണ്ട്, അയണിക് ബോണ്ട് ഉണ്ട്, മെറ്റാലിക് ബോണ്ട് ഉണ്ട്. സോ അത്തരത്തിലുള്ള അയണിക് ബോണ്ട് വരുന്ന മെറ്റൽ ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ക്രിസ്റ്റൽസിലാണ് എന്ത് കാണുക? ഫ്രാങ്കൽ ഡിഫക്റ്റും സ്കോട്ട്കി ഡിഫക്റ്റും നമ്മൾ കാണാം. സോ എന്താണ് എന്നുള്ളത് നമ്മൾ ഫിഗർ വഴി എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻ ആൻ അയണിക് ക്രിസ്റ്റൽ, even when defects are present, overall electrical neutrality is to be maintained. ഒരു അയണിക് ക്രിസ്റ്റൽ എടുത്താലും ആ അയണിക് ക്രിസ്റ്റലിൻ്റെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ന്യൂട്രൽ ആയിരിക്കണം. അതായത് അതിനൊരു ചാർജ് ഉണ്ടാവരുത്, ന്യൂട്രൽ ചാർജ് ആയിരിക്കണം ആ അയണിക് ക്രിസ്റ്റലിന് ഉണ്ടാവേണ്ടത്. സോ അങ്ങനെ ആ ചാർജ് അവിടെ എപ്പോഴും എന്ത് ചെയ്യണം? അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഓക്കെ, എപ്പോഴും ഒരു ക്രിസ്റ്റലിന് ഉണ്ടായിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അതായത് അതിലുള്ള നമ്പർ ഓഫ് അയൺസ്, നമ്പർ ഓഫ് പോസിറ്റീവ് അയൺസും നമ്പർ ഓഫ് നെഗറ്റീവ് അയൺസും. പോസിറ്റീവ് അയൺസിനെ നമ്മൾ ആനയോൺസ് എന്നും നെഗറ്റീവ് അയൺസിനെ നമ്മൾ കാറ്റയോൺസ് എന്നാണ് പറയാം. സോ ഈ രണ്ട് അയൺസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് അയണിക് ക്രിസ്റ്റൽസിൽ എന്തായിരിക്കും? അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ റിയൽ ക്രിസ്റ്റൽസിൽ എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ when an ion is displaced from a regular site to another site, the defect is called a Frankel defect. Defect is called a Frankel defect.
അതായത് ഇത്തരത്തിലുള്ള അയണിക് ക്രിസ്റ്റൽസിൽ നിന്ന് ഒരു അയൺ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ റെഗുലർ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് വേറെ ഏതോ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യാണ് അത് ഡിസ്പ്ലേസ് ആവുകയാണെങ്കിൽ അപ്പോഴുണ്ടാവുന്ന ഡിസ്റപ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത്, അപ്പോഴുണ്ടാവുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരയൺ അതിൻ്റെ റെഗുലർ പൊസിഷനിൽ നിന്ന് ആ സ്പേസ് ലാറ്റിസിന് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്, ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണിത് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നുള്ളത്. യൂഷ്വലി ഏത് അയൺസാണ് അങ്ങനെ ഡിസ്പ്ലേസ് ആവുക? ആനയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ കാറ്റയോൺസ് ഉണ്ട്. കാറ്റയോൺസ് മീൻസ് നെഗറ്റീവ് അയോൺസ്. നെഗറ്റീവ് അയോൺസ് ആണ് എന്ത് ചെയ്യുക അത്തരത്തിൽ ഡിസ്പ്ലേസ് ആവുക. ഡിസ്പ്ലേസ് ആയിട്ട് എങ്ങോട്ടാണ് പോവുക? വേറൊരു ആറ്റത്തിൻ്റെ ആ ലാറ്റിസ് സൈറ്റിലേക്ക് കൃത്യമായിട്ടുള്ള റെഗുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആറ്റത്തിൻ്റെ ലാറ്റിസ് പോയിന്റിലേക്ക് അല്ലാതെ പോവുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു കുറേ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ വോയിഡ് സ്പേസുകൾ ഈ ആറ്റംസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. എത്ര പെർഫെക്റ്റ് ആയാലും അതിൻ്റെ ഇടയിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ഉണ്ടായിരിക്കും. ആ വോയിഡ് സ്പേസിലേക്കാണ് എന്ത് ചെയ്യുക ഈ കാറ്റയോൺസ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുക ഡിസ്പ്ലേസ് ആവുന്നത്. അത് ആ ഒരു സ്പേസാണ് എന്ത് ചെയ്യുക അവ ഒക്യുപ്പൈ ചെയ്യുക. എന്തുകൊണ്ടാണ് കാറ്റയോൺസ് മാത്രം അങ്ങനെ പോകാനുള്ള കാരണം? കാറ്റയോൺസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആനയോൺസിൻ്റെ സൈസിനെക്കാട്ടും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കാറ്റയോൺസ് എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേസ് ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നത് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആനയോൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ മാത്രമുള്ള വലുപ്പമല്ല ആനയോൺസിനുള്ളത്, അതിൻ്റെ സൈസ് എന്താണ് ഒന്നും കൂടി കൂടുതലാണ്. ഓക്കെ, സോ വെൻ എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് മിസ്സിംഗ് ഫ്രം എ ലാറ്റിസ് പോയിന്റ് ഓഫ് ആൻ അയണിക് ക്രിസ്റ്റൽ, ദ ഡിഫക്റ്റ് ഈസ് കാൾഡ് എ സ്കോട്ട്കി ഡിഫക്റ്റ്. നമ്മൾ ഫ്രാങ്കൽ ഡിഫക്റ്റ് പറഞ്ഞു. അവിടെ ഒരു അയണ് അതിൻ്റെ റെഗുലർ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഒരു വോയിഡ് സ്പേസിലേക്ക് ഡിസ്പ്ലേസ് ആവുകയാണെങ്കിലാണ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. എന്നാൽ വെൻ എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, അതായത് ഒരു പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, അതായത് ഒരു കാറ്റയോണും അതുപോലെ തന്നെ ഒരു ആനയോണും ഒപ്പം മിസ്സാവുകയാണ് ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന്, അയണിക് ക്രിസ്റ്റലിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ ഫോളോ ചെയ്യുന്ന ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഒരു കാറ്റയോണും ഒരു ആനയോണും അവിടെ മിസ് ചെയ്തിട്ട് അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് സ്കോട്ട്കി ഡിഫക്റ്റ് എന്നുള്ളത്. സോ നമുക്ക് ഫിഗർ നോക്കാം. ഫിഗറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വലിയ സൈസിൽ കാണുന്നത് എന്താണ്? ഈ വലിയ സൈസിൽ കാണുന്നത് എന്താണ്? ആനയോൺസ് ആണ്. വലിയ സൈസിൽ കാണുന്ന അയൺസ് എന്താണ്? വലിയ സൈസിൽ കാണുന്നത് എന്താണ്? ആനയോൺസ് ആണ്. ഈ ചെറിയ സൈസിൽ കാണുന്ന ആറ്റംസ് ആണ് എന്ത് കാറ്റയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്രാങ്കൽ ഡിഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാറ്റയോൺസ് നോർമലി കാറ്റയോൺസ് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു റെഗുലർ പൊസിഷൻ, അതിൻ്റെ റെഗുലർ പൊസിഷൻ എന്ന് പറയുന്നത് 4 ആനയോൺസിൻ്റെ ഇൻബിറ്റ് സെൻറ്ററിലാണ് അതിൻ്റെ റെഗുലർ പൊസിഷൻ വരുന്നത്. ആ പൊസിഷനിൽ നിന്ന് അതെന്ത് ചെയ്യാണ്? അതിന് ഈ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് അതെന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ആവുന്നു. വേറെ ഇതിൻ്റെ ഇവിടെ ഒരു വോയിഡ് സ്പേസ് ഉണ്ട്, എന്നാലും ഒരു വോയിഡ് സ്പേസ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു സ്പേസിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ കാറ്റയോൺ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ റെഗുലറായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഡിഫക്റ്റ് വന്നു. ഇതൊരു പോയിന്റ് ഡിഫക്റ്റ് ആണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഉള്ളതാണ്, എല്ലായിടത്തും ഇല്ല, ഒറ്റ പോയിന്റിൽ മാത്രമേ ഉള്ളൂ. സോ അവിടെ ഡിഫക്റ്റ് ഉണ്ടാകുന്നു. ആ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. എന്നാൽ സ്കോട്ട്കി ഡിഫക്റ്റ് എന്തായിരുന്നു? അവിടെ എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, അവിടെ എന്ത് ചെയ്യണം? എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. എന്തുകൊണ്ട് എ പെയർ എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു എപ്പോഴും ക്രിസ്റ്റൽസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആനയോൺസും നമ്പർ ഓഫ് കാറ്റയോൺസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആനയോണോ കാറ്റയോണോ ഇവിടെ നിന്ന് മിസ്സായാൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യും? മാറിപ്പോകും. മിസ്സാവുകയാണെങ്കിൽ എത്ര ആനയോൺ മിസ്സാവുന്നോ അത്രയും കാറ്റയോൺസ് എന്ത് ചെയ്യണം? അവിടെ നിന്ന് മിസ്സാവണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് സ്കോട്ട്കി ഡിഫക്റ്റിൽ
ഒരു പെയർ ഓഫ് അയോണാണ് മിസ്സാവുന്നത്. അതായത് ഒരു കാറ്റയോണും ഒരു ആനയോണുമാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ആ ഒരു റെഗുലർ ലാറ്റിസ് പൊസിഷനിൽ നിന്ന് മിസ്സാവുന്നത്. ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ഒരു ആനയോണ് കാണുന്നില്ല, കൂടാതെ ഇവിടുത്തെ ഒരു കാറ്റയോണ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണുന്നില്ല. സോ ഇവിടെ എന്ത് തോന്നുന്നു, ഒരു ഡിഫക്റ്റ് ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ആയി. അത് ഈ ഒരു പോയിന്റിൽ മാത്രം, ഈ 2 പോയിന്റിൽ മാത്രമാണ് ഡിഫക്റ്റ് ഉള്ളത്. സോ ഈ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് സ്കോട്ട്കി ഡിഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ പോയിന്റ് ഇംപെർഫെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ് പോയിന്റ് ഡിഫക്ട്സ്? വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യാലിറ്റി ഡിഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്ട്സ്, അതുപോലെ ഫ്രാങ്കൽ ഡിഫക്റ്റ് ആൻഡ് സ്കോട്ട്കി ഡിഫക്റ്റ്. ദെൻ നമുക്ക് നോക്കാനുള്ള അടുത്തൊരു ഡിഫക്റ്റാണ് ലൈൻ ഡിഫക്റ്റ് ഓർ 1 ഡയമെൻഷണൽ ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റ് ഓർ 1 ഡയമെൻഷണൽ ഡിഫക്റ്റ്. നേരത്തെ പറഞ്ഞത് പോയിന്റ് ഡിഫക്റ്റ് ആണ്, അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ലോക്കലൈസ് ചെയ്ത ഡിഫക്റ്റാണ്. എന്നാൽ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫക്റ്റ് ഒരു പർട്ടിക്കുലർ ലൈനിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ് എന്ത് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ലൈൻ ഡിഫക്റ്റിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ആ ഒരു ഡിഫക്റ്റിനെ, ലൈൻ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ കോമൺ ടൈപ്പ് ഓഫ് ലൈൻ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ലൊക്കേഷൻ എന്നുള്ളതാണ്. എന്താണ്? ഡിസ്ലൊക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു ലൈൻ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ലൊക്കേഷൻ എന്നാണ്. എന്താണ് ഡിസ്ലൊക്കേഷൻ? A dislocation may be defined as a disturbed region between two substantially perfect parts of a crystal. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പാർട്ടിക്കുലർ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലേ. ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്രയും ഏരിയയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റ്വീന് ഇവിടെ എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് ഇങ്ങനെ ലൈനായിട്ട് ഒരു ലൈനിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈനിൽ ഡിഫക്റ്റ് സംഭവിക്കുകയാണ്. അതായത് ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ്, അത് ഈ ആറ്റം അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ആറ്റംസ് ഇതെല്ലാം എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ആയി പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇതിൻ്റെ തൊട്ട് ഭാഗത്തുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഇപ്പുറത്തുള്ള ആറ്റംസിൻ്റെ സ്ട്രക്ചറൊക്കെ എന്താണ്, ഇത് ഒരേപോലെ കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ഈ ആറ്റംസിൻ്റെ സ്ട്രക്ചർ എന്താണ്, കൃത്യമായിട്ട് ഒരേ പാറ്റേൺ എന്ത് ചെയ്യുന്നു, ഇവിടെയും എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ തൊട്ടടുത്ത് വരുന്ന ഈ 3 ആറ്റംസിന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു 4 ആറ്റംസിന് എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു ഡിസ്റപ്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ 2 പെർഫെക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള 2 ക്രിസ്റ്റൽസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഒരു ഡിസ്റപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്ലൊക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് എ ഡിസ്റ്റർബ്ഡ് റീജിയൻ ബിറ്റ്വീൻ 2 സബ്സ്റ്റാൻഷ്യലി പെർഫെക്റ്റ് പാർട്സ്. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ 2 പെർഫെക്റ്റ് പാർട്സ് എടുത്താൽ, ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ ഡിസ്റപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത്രയും ആറ്റംസിന് എന്ത് വന്നു, അവിടെ ഡിസ്റപ്ഷൻ സംഭവിച്ചു. എന്നാൽ ഈ ഒരു ഭാഗത്തുള്ള ആറ്റംസിന് എന്ത് ചെയ്യുന്നില്ല, ഡിസ്റപ്ഷൻ സംഭവിക്കുന്നില്ല. അതുപോലെ ഈ ഭാഗത്തുള്ള ആറ്റംസിന് എന്ത് ചെയ്യുന്നില്ല, ഡിസ്റപ്ഷൻ സംഭവിക്കുന്നില്ല. ഓൺലി ഈ ലൈനിൽ വരുന്ന ആറ്റംസിനാണ് ഡിസ്റപ്ഷൻ സംഭവിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഡിസ്റപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലൈൻ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ ലൈനിൻ്റെ ഇപ്പുറത്തും 2 സൈഡിലും അത് ഫോളോ ചെയ്യുന്നത് പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റാണ്, പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് അതിൻ്റെ ഈ രണ്ട് ഭാഗത്തും. എന്നാൽ ഈ ഒരു ലൈനിലെത്തുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ, അതായത് അവിടെ ഒരു ഡിസ്റപ്ഷൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അവിടെ ഒരു ഡിസ്റപ്ഷൻ സംബന്ധിച്ച് കൃത്യമായൊരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, ഒരു ലൈനിൽ കഴിയുന്നില്ല. സോ അത്തരത്തിലുള്ള ഇംപെർഫെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ലൊക്കേഷൻസ്. സോ 2 ഡിസ്ലൊക്കേഷൻസ് ആണ് നോർമലി ഉള്ളത്.
എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും പേര് ഓർത്തിരിക്കുക. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. ഈ രണ്ട് ഡിസ്ലൊക്കേഷനുമാണ് നമ്മുടെ മെറ്റൽസിനെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ മെറ്റൽസിനുണ്ട്. അപ്പോൾ മെറ്റൽസിനെ പ്ലാസ്റ്റിസിറ്റിക്ക് സഹായകരമാവുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആവുന്ന രണ്ട് ഡിസ്ലൊക്കേഷനാണ് എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. ഓക്കെ, അത് നമുക്ക് എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എന്നാലും നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷനെ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഡിസ്ലൊക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൺലി പോയിന്റ് ഡിഫക്ട്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫക്ട്സ് പഠിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. എല്ലാവരും നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ.